ഞാൻ ഉണ്ട്, മഴയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതെ. ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചോ? ലാസ്റ്റ് ക്ലാസ് പഠിച്ചോ? ലാസ്റ്റ് ക്ലാസ് പഠിച്ചോ? എന്താ പഠിച്ചത്? എന്താ പഠിപ്പിച്ചേ? ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചേ? എന്താ പഠിപ്പിച്ചേ? എന്താ പഠിപ്പിച്ചേ? ദ മാത്സ് ആണോ? ദ ലിയോപോൾഡ് മാത്സ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പഠിച്ചോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് പഠിച്ചോ? പഠിച്ചോ അല്ലേ? ഞാൻ വെറുതെ പറയില്ല. ഞാൻ എന്റെ ലൈഫില്ലേ, ലൈഫ് എപ്പോഴും അവസാനമാകുമ്പോൾ ഞാൻ തരും. ലൈഫ് ഫുള്ളായിട്ട് തരും. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ന് മഴ നനഞ്ഞിട്ട് 25 കിലോമീറ്ററോളം ബൈക്കിൽ മാത്രം മഴ നനഞ്ഞ് ഓടി വന്ന് ആദ്യം 8 മണി ക്ലാസ് ആയിരുന്നു, 9:30 വെച്ച കാര്യം മനസ്സിലായോ? 25 കിലോമീറ്ററോളം ബൈക്കിൽ മാത്രം നനഞ്ഞുകൊണ്ട് ഇത് ഫോണിനെ ഒരു കവറിലാക്കി, ഫോണിനെ വഴിയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് കവറിലാക്കി. വഴി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു തട്ടുകട. അവിടുന്ന് ചായ കഴിച്ചു, ഒരു വട കഴിച്ചു, ഒരു കവർ തരുമോ? തന്നു. 8 മണിയായി. അത് കഴിഞ്ഞ് എന്താണ്? മഴ, നല്ല മഴ, ഹെവി മഴ. സ്പീഡ് എന്താണ്? എങ്ങനെയെങ്കിലും 9 മണി എത്തണം, എങ്ങനെയെങ്കിലും 9 മണിക്ക് എത്തണം. 25 കിലോമീറ്റർ ഉണ്ട്. 8 മണിയായി. വളരെ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് വന്നു. ഇത് ബൈക്കാണ്, കാറിലല്ല കേട്ടോ, കാറൊന്നുമല്ല, ബൈക്കിലാണ്. ഇതാണ് വളരെ വേഗത്തിൽ 25 കിലോമീറ്റർ 1 മണിക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ പേരുണ്ടറിയല്ലോ, നനഞ്ഞ് കാണുന്നുണ്ടോ ഇരിക്കാൻ? അപ്പോഴാണെങ്കിൽ എന്താണ്? ഒന്നും പറ്റരുത്. എന്താണ്? ഇവർ എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പഠിക്കുന്ന ആൾക്കാരാണ്. ദൈവമേ ഒന്നും പറ്റരുത്. ശരിയല്ലേ? എന്തെങ്കിലും പറ്റിയാൽ ഇവർ പഠിക്കാനുള്ള ദൈവമേ ഒന്നും പറ്റരുത്. കാര്യം റെയിൻകോട്ടും ഇട്ട് ഹെൽമറ്റും വെച്ച് എന്താണ് വളരെ വേഗത്തിൽ വന്നാണ് ഈ ക്ലാസ്. 8 മണി ക്ലാസ് 9:30 സോ പഠിക്കുക, ചോദ്യം വരും. സോ ലാസ്റ്റ് എവിടെ പഠിച്ചെത്തിയ? ലാസ്റ്റ് എവിടെ നിർത്തിയ? സ്റ്റോപ്പ് എവിടെ? ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് എക്സാം ചോദ്യം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നിർത്തിയ മാത്സ് അല്ലേ? താങ്ക് യു വേണ്ട, എനിക്ക് ജോലി ചെയ്ത്. താങ്ക് യു വേണ്ട, എന്റെ കടമ ചെയ്ത്. ലാസ്റ്റ് മാത്സ് ആണോ? ലിയോപോൾഡ് മാത്സ് പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതല്ലേ? സോ നെക്സ്റ്റ് ഈസ് എന്ന് പറയുന്നത് അവസാന ക്ലാസ് പഠിച്ചത് എന്താ? പറഞ്ഞ കാര്യം നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ആൻഡ് പ്ലാസന്റല്ലേ? നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് പറഞ്ഞത് എന്താ? ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് പ്ലാസന്റല്ലേ? എപ്പോഴും 1-2 ചോദ്യം ചോദിക്കുന്ന സ്ഥലമാണ്. ഈ പഠിക്കാൻ പോകുന്ന കാര്യമെല്ലാം, ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എപ്പോഴും 1-2 ചോദ്യം. എല്ലാ PSC എക്സാം പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം വരുന്ന സ്ഥലമാണ് പ്ലാസന്റെയും സൈഗോട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകും. പരീക്ഷയ്ക്ക് എപ്പോഴും പ്ലാസന്റെയും സൈഗോട്ടും ചോദിക്കും. അത് ഹെഡിങ് ആയിട്ട് എപ്പോഴും ദ പ്ലാസന്റെയും സൈഗോട്ടും എന്നിട്ടത് വളരെ വ്യക്തമായിട്ട് പറയും. പ്ലാസന്റെയും സൈഗോട്ടും എക്സാമിൽ ചോദിക്കും. തുടങ്ങാമോ? റെഡിയാണോ? ഏറ്റവും അവസാന ദിവസം എനിക്ക് ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ ഫേസ് കാണാം കേട്ടോ. എക്സാമിൽ പോകുന്നതിന്റെ അവസാന ദിവസം ഇതുവരെ ഞാൻ കാണാത്ത ഫേസ് എല്ലാം കാണിക്കുമല്ലോ. ഇതുവരെ ഞാൻ കാണാത്ത ഫേസ് എല്ലാം എക്സാം ലാസ്റ്റ് ഡേ എനിക്ക് കാണണം. ഇതുവരെ ഞാൻ കണ്ടില്ല ആരെയും. ശരിയല്ലേ? ഇതുവരെ ഒരാളെ കണ്ടില്ല, ഒരാളെ പോലും കണ്ടില്ല. ഓക്കെ അല്ലേ? ശ്രീജ എനിക്കറിയാം. കാരണം എന്താ, ജൂനിയർ അല്ലേ? ശ്രീജ എന്റെ ജൂനിയർ അല്ലേ? ശ്രീജ ബി എന്റെ ജൂനിയർ അല്ലേ? ശ്രീജ ബി എന്റെ ജൂനിയർ ആണ്. 1, 2, 3, 4 വർഷം അല്ലേ? ശ്രീജ ബി അറിയാം. എനിക്ക് ജൂനിയർ അല്ലേ? കോളേജ് ഓഫ് നഴ്സിംഗിൽ എന്റെ ജൂനിയർ ആയിരുന്നു ശ്രീജ ബി. എനിക്കറിയാം, മറക്കില്ല. ഇനി ആരും കൊണ്ട് ജൂനിയർ ഉണ്ടോ? ഇനി ആരും കൊണ്ട് ജൂനിയർ അല്ല, സീനിയർ ഉണ്ട്. സൂപ്പർ സീനിയർ ഉണ്ട്. ജൂനിയറും ഉണ്ട്, സീനിയറും ഉണ്ട്. ഒരേ ക്ലാസ്സിനകത്ത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സൂപ്പർ സീനിയറും ഉണ്ട്. രാഗി അല്ലെ? രാഗി ഇല്ലേ? രാഗി എന്ന് പറയുന്ന സീനിയറും ഉണ്ട്, ജൂനിയറും ഇല്ലേ? ഒരേ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ജൂനിയറും ഉണ്ട്,
സീനിയർ ഉണ്ട്. മനസ്സിലായി? കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായല്ലോ. ഒരേ ക്ലാസ്സിനകത്ത് ജൂനിയറും ഉണ്ട്, സീനിയറും ഉണ്ട്. പഠിക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ പഠിക്കുന്ന സീനിയറും ഉണ്ട്, ജൂനിയറും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യം പെടുന്നതാണ് പ്ലാസന്റ ആൻഡ് ദ സൈഗോട്ട്. ഹെഡിങ് കിട്ടോ? പ്ലാസന്റ ആൻഡ് ദ സൈഗോട്ട്. നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും എഴുതരുതേ, ഒന്നും എഴുതരുത്. നോട്ട് തരും. സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്ലോ ആയിട്ട്, സ്ലോ 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 സ്റ്റാർട്ട് ചെയ്യാം. സൈഗോട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈഗോട്ട് എന്താ? ലാസ്റ്റ് സ്റ്റോപ്പ് എവിടെ? സൈഗോട്ട് എന്താ? സൈഗോട്ട് എന്താ? സൈഗോട്ട് എന്താ? സൈഗോട്ടിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിനെ പറഞ്ഞ പേരെന്താ? സൈഗോട്ടിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിനെ പറഞ്ഞ പേരെന്താ? ഇത് ഡെവലപ്മെന്റ് സൈഗോട്ടിനകത്ത് ഫസ്റ്റ് സൈഗോട്ടിന് എപ്പോഴും ഫസ്റ്റ് പറഞ്ഞ പേരെന്താ? ഏറ്റവും ആദ്യം പറഞ്ഞ പേരെന്താ? അതാ ഫസ്റ്റ് ചോദ്യം. സൈഗോട്ടിനെ ഫസ്റ്റ് പറഞ്ഞ പേരെന്താ? സൈഗോട്ടിനെ ഫസ്റ്റ് പറഞ്ഞ എന്താ? എനിമോൺ. ചോദ്യം വരും. മോറലാണ്. മോറല്ല. ഓ അല്ല, മോറല്ല. സൈഗോട്ടിനെ എപ്പോഴും ഫസ്റ്റ് വിളിക്കപ്പെടുന്ന മോറല്ല. ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ സൈഗോട്ടിനെ പറഞ്ഞ പേരെന്താ? ചോദിക്കും. എപ്പോഴത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സ്പേമും തമ്മിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഓണിനെ പറഞ്ഞ എന്താ? സ്പേമും തമ്മിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ദിവസത്തെ പറയുന്ന പേരെന്താ? എന്ത് വിളിക്കാം? സ്പേം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ എന്ന് വിളിക്കാം. സ്പേം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസത്തെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? സ്പേം ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ എന്ന് വിളിക്കാം. മോറുല അല്ലെ? സ്പേം തമ്മിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഡേ ഒന്നിനെ വിളിക്കുന്ന പേരെന്താ? ഫസ്റ്റ്. അതാണ് ചോദ്യം. സ്പേമും ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഡേ ഒന്നിനെ പറയുന്ന പേരെന്താ? ഡേ വൺ എന്താ? സ്പേം കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഡേ വൺ എന്താ? പറഞ്ഞേ. മോറല്ല. എങ്കിൽ ചോദ്യം വരും. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്താ? ഫസ്റ്റ് സ്റ്റേജ് പറയുന്ന പേരെന്താ? മോറല്ല ചോദിക്കും. ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിനെ പറയുന്ന പേരെന്താ? മോറല്ല. കിട്ടിയോ? പഠിക്കാതെ പോകുന്ന കാര്യം ഇതൊക്കെ. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കും, ഇതൊന്നും പഠിക്കാതെ പോകുന്ന ഇതൊക്കെ. ബാക്കിയുള്ള എല്ലാം പഠിക്കുമ്പോഴും ഇതൊക്കെ ബേസിക്സ് എപ്പോഴും പഠിക്കാതെ പോകുന്നതല്ലേ? അല്ലേ? കുറെ ചോദ്യം മുന്നുണ്ട്. ഫസ്റ്റ് ചോദ്യം എന്താ? സൈഗോട്ട് എന്താ? കുറെ ചോദ്യം മുന്നിലുണ്ട്. ഫസ്റ്റ് ചോദ്യം സൈഗോട്ട് എന്താ? കുറെ ചോദ്യം മുന്നത്തുണ്ട്. എന്താ സൈഗോട്ട് എന്താ? സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഫെർട്ടിലൈസ്ഡ് ഓവറിനെ പറഞ്ഞ പേരെന്താ? നീതു പറഞ്ഞപ്പോൾ തന്നെ, അനു പറഞ്ഞപ്പോൾ തന്നെ, ശ്രീജ പറഞ്ഞപ്പോൾ തന്നെ ഫെർട്ടിലൈസ്ഡ് ഓവർ പറഞ്ഞ എന്താ? എല്ലാ ചോദ്യമാണ്. ശ്രീജ, അനു, ലക്ഷ്മി പറഞ്ഞെന്താ? ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ പറയുന്ന പേരെന്താ? സൈഗോട്ടാണോ? ലീന ആണോടെ പറഞ്ഞേ? ഫെർട്ടിലൈസ്ഡ് ഓവത്തിന്റെ ചോദ്യം വരും. ഫെർട്ടിലൈസ്ഡ് ഓവർ എന്താ? സൈഗോട്ട്. ഫെർട്ടിലൈസ് ചെയ്ത ഓവത്തിനെ പറയുന്ന പേരെന്താണ്? സൈഗോട്ട് അല്ലേ? ഫെർട്ടിലൈസ്ഡ് ചെയ്ത ഓവത്തിനെ പറയുന്ന പേരെന്താ? സൈഗോട്ട് അല്ലേ? ഓവും സ്പേമും തമ്മിൽ കൂടിച്ചേരുമ്പോഴാണോ ഫെർട്ടിലൈസ് ആണോ ജോയിൻ ആവുന്നത്? സ്പേമും തമ്മിൽ കൂടിച്ചേർന്ന് ജോയിൻ ചെയ്താണോ സൈഗോട്ട് ആവുന്നത്? സ്പേമും തമ്മിൽ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്ത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ജോയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് കൊണ്ട് ആണോടെ? പറഞ്ഞേടേ.
ഓവും സ്പേമും തമ്മിൽ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണോ ഫസ്റ്റ് സ്റ്റേജ് ആവുന്നത്? എങ്കിൽ ഫസ്റ്റ് ഏതാ? ഓവും സ്പേമും തമ്മിൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ട് സ്നേഹിച്ച് അവർ തമ്മിൽ എന്തായി മാറും? മോറുല. ഫസ്റ്റ് സ്റ്റേജ് കളസ് മോറുല. ഓവും സ്പേമും തമ്മിൽ കൂടിച്ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഏറ്റവും ആദ്യം വരച്ചേതാ? ചോദ്യം ഇതാണ്. ഓവും സ്പേമും തമ്മിൽ കൂടിച്ചേർന്ന് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് അല്ലേ? ഫെർട്ടിലൈസ് ചെയ്തെന്താ? ജോയിൻ ചെയ്താ ഫസ്റ്റ് മോറുല. ക്ലിയർ ആയ ചോദ്യം വരും. എന്താണ് മോറൽ ക്ലിയർ ആയ? വ്യക്തമായി പറയാം. എന്താണ് മോറൽ ക്ലിയർ ആയ? എല്ലാവർക്കും ചോദ്യം വരും. വാട്ട്സ് മോറൽ? ക്ലിയർ? ഞാൻ ഓരോ കാര്യം വ്യക്തം പറയും. മോറൽ ക്ലിയർ ആയി? മോറൽ ക്ലിയർ ആയി? ഇഷ്ടപ്പെടണ്ടോ ആരെങ്കിലും? ഉണ്ട്. എന്തൊക്കെയാ മോറല? മോറലിൽ എന്ത് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഡിവിഷൻ എന്താ? സൈഗോട്ട് എന്താ? സൈഗോട്ട് എന്താ? മോറൽ എന്താണ്? സൈഗോട്ട് എന്താണ്? എന്താ മോറൽ എന്താ? മോറൽ എന്താ? കാണുന്നുണ്ട് പിക്ചറിനകത്ത് മോറല്ല? കാണുന്നുണ്ട് പിക്ചറിനകത്ത് മോറല്ല? ഫെർട്ടിലൈസ് ഓവത്തിന് പറയുന്നത് എന്താ? ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് പറയുന്ന പേരെന്താ? ചോദ്യം ഇതാണ്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവത്തിന് പറയുന്ന പേരെന്താ? മോറല്ലേ? ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവല്ലേ? ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവത്തിന് പറയുന്ന പേരെന്താ? ചോദ്യം വരും. ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവത്തിന് പറയുന്ന പേരെന്താ? സൈഗോട്ട് അല്ലേ? സൈഗോട്ട് അല്ലേ? പറഞ്ഞു വ്യക്തം പഠിക്കേ. ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവത്തിന് പറഞ്ഞ പേരെന്താ? സൈഗോട്ട് അല്ലേ? സൈഗോട്ട് അല്ലേ? ചോദ്യം വരും. ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവത്തിന് പറഞ്ഞ പേരെന്താ? ചോദ്യം വരും. ഫെർട്ടിലൈസ് ചെയ്യുന്ന ഓവത്തിന് പറഞ്ഞ പേരെന്താ? സൈഗോട്ട് അല്ലേ? സോ ദ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. സ്പേമും ഓവും ജോയിൻ ചെയ്ത് എന്ത് സംഭവിക്കും? സ്പേമും ഓവും ജോയിൻ ചെയ്ത് എന്ത് സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. സ്പേമും ഓവും ജോയിൻ ചെയ്ത് എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ആണോ? ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ആണോ? ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ആണോ? ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് എപ്പോ സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ കഴിയുമ്പോൾ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് സംഭവിക്കും. എല്ലാവർക്കും ദ മൈറ്റോസിസും മിയോസിസും റെക്കോർഡ് കിട്ടിയായിരുന്നല്ലോ. സെല്ല് ടിഷ്യൂ എല്ലാം നമുക്ക് കിട്ടിയായിരുന്നല്ലോ. അത് മൈറ്റോസിസും മിയോസ് പഠിച്ചോ? മൈറ്റോസിസും മിയോസിസും പഠിച്ചോ? അതും പറയുന്നത് പഠിച്ചോ? യെസ്, പഠിച്ചോ? പഠിച്ചോ? അപ്പൊ ഒരു ചോദ്യമുണ്ട്. അവിടെ ഇല്ല, അതിനകത്തില്ല. അവിടെ ചോദ്യമുണ്ട്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് എപ്പോൾ ദ മൈറ്റോഡ് ഡിവിഷൻ സംഭവിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട് എപ്പോഴാണ് മൈറ്റോഡ് ഡിവിഷൻ സംഭവിക്കുന്നത്? 30 മണിക്കൂർ കേട്ടോ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂറല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ ആകുമ്പോൾ സൈഗോട്ട് മൈറ്റോഡ് ഡിവിഷനിലോട്ട് പോകും. മറക്കരുതേ, ചോദിക്കും. മൈറ്റോട്ടിക് പറയുമ്പോഴേ ഒരു കൂട്ടം സെല്ലുള്ളത്. മൈറ്റോട്ടിക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സെല്ലാണ് ഉള്ളത്. മൈറ്റോട്ടിക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം സെല്ലാണോ ഉണ്ടാകുന്നത്? ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണോ? ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണോ? മൈറ്റോഡ് ഡിവിഷൻ പറയുമ്പോൾ ഒരു കൂട്ടം സെൽസ് ആണുള്ളത്. ക്ലസ്റ്റർ ഓഫ് സെൽസ് എസ് അല്ലേ? ക്ലസ്റ്റർ ഓഫ് സെൽസ് അല്ലെ? മൈറ്റോഡ് ഡിവിഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസിനെ പറയുന്ന പേരെന്താ? അതല്ലേ മോറുല. മൈറ്റോഡ് ഡിവിഷൻ കഴിഞ്ഞ് ഒരു കൂട്ടം സെൽസ് ഉണ്ടാകുന്നു. അതിനല്ലേ മോറുല എന്ന് പറയുന്നത്? അല്ലേ? എല്ലാരും ഫസ്റ്റ് പറയാം എന്താ? വീണ്ടും പറയാം, എക്സാമിൽ ചോദ്യം വരും. ഞാൻ അതുകൊണ്ട് വീണ്ടും പറയും. ഒരു കാര്യം വീണ്ടും പറഞ്ഞേ.
ഇത്തവണ പറയുന്ന കാര്യം വീണ്ടും പറയും. സോ ഫസ്റ്റ് എന്താ പഠിച്ചത്? എന്താ ഡെവലപ്മെന്റ് സൈഗോട്ട് അല്ലേ? സൈഗോട്ടും പ്ലാസന്റും അല്ലേ? ആദ്യം നോക്കാൻ പോകുന്ന കാര്യം എന്താ? ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് പ്ലാസന്റ് അല്ലേ? അല്ലേ? ഇന്ന് എന്താ ക്ലാസ് തുടങ്ങി കുറച്ച് പറഞ്ഞേ അല്ലേ? അല്ലേ? ഓരോ സ്പേമും തമ്മിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ദിവസത്തെ പറഞ്ഞ പേരെന്താ? ഓവും സ്പേമും തമ്മിൽ ഇന്ന് കണ്ടതാണെങ്കിലും ആരെയും ഫോട്ടോ ഉണ്ടായിരുന്നോ? ആരെങ്കിലും വോയിസ് കേട്ടായിരുന്നോ? കേട്ടോ ആരെങ്കിലും? എന്നാ ജോയിൻ ചെയ്യാറുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാം ഇടും, അങ്ങോട്ട് എല്ലാ ദിവസവും ഇടും. നിങ്ങൾക്ക് മോട്ടിവേഷൻ നാളെയും മറ്റന്ന് എല്ലാ ദിവസവും ഇടും. എല്ലാവരും മോട്ടിവേഷൻ ആവട്ടെ. ഒട്ടും പഠിക്കാൻ കഴിയാത്ത ആളുകളല്ലേ? എന്നെ കൊണ്ട് പറ്റില്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷനാണ്. കാരണം ആ കുട്ടി എന്താണ് എന്റെ കോളേജിലും ബാക്കിയെല്ലാം എന്താണ് വലിയ ടോപ്പർ അല്ല കേട്ടോ. 2 വർഷം ജോലി ചെയ്യാത്ത ആളാണ്. 2-3 വർഷം എന്താണ് 2-3 വർഷം എന്റെ ക്ലാസ് ജോലി ചെയ്തവരെ ഒരു ജോലിക്ക് പോവാത്ത ആളാണ്. പാസ്സായില്ലേ? അത് കേട്ടോ ആരെങ്കിലും? കേട്ടോ? ആ വോയിസ് കേട്ടല്ലോ. നോട്ട് ക്ലാസ് പഠിക്കുക, കൃത്യം പഠിക്കുക. നോട്ടും ക്ലാസ്സും അത് കൃത്യം പഠിക്കുക. ഓക്കെ അല്ലേ? നോട്ടും ക്ലാസ്സും അത് കൃത്യമായി വീണ്ടും പഠിക്കുക. ഓപ്ഷൻ വേറെ ഇല്ല. 2 ദിവസം ലീവ് എടുക്കണേ. 2 ദിവസമല്ലേ ലീവ് എടുക്കുവാണെങ്കിൽ? 2 ദിവസം ലീവ് എടുക്കുവാണെങ്കിൽ ലീവ് എടുക്കുമോ? എന്നെടുക്കും? മൺഡേ എടുക്കുമോ? ട്യൂസ്ഡേ? ട്യൂസ്ഡേ എടുക്കാൻ പറ്റും. മൺഡേയും ട്യൂസ്ഡേ എടുക്കാൻ പറ്റും. ഓർ ട്യൂസ്ഡേ വെനസ്ഡേ പറയുക. ട്യൂസ്ഡേ ഓർ വെനസ്ഡേ, മൺഡേ ട്യൂസ്ഡേ 2 ദിവസം. നാളെ പുറത്ത് കാര്യം ഞാൻ നോക്കിയപ്പോൾ നല്ല മഴയായിരിക്കും കേട്ടോ. നാളെ നോക്കിയപ്പോൾ നാളെ മറ്റന്നേ നല്ല മഴ ഇവിടെ ഉണ്ട്. മഴയുണ്ടോ എല്ലായിടത്തും? മഴയുണ്ടോ? മഴയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നാളെയും മറ്റന്നേ എടുക്കായിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാ പറഞ്ഞത് മൺഡേയും ട്യൂസ്ഡേ എടുക്കും. നോക്കട്ടെ പറഞ്ഞോ. പറഞ്ഞാൽ ട്യൂസ്ഡേ വെനസ്ഡേ ഓക്കെ അല്ലേ? ഓക്കെ. ട്യൂസ്ഡേ വെനസ്ഡേ ഓക്കെയാണോ? ട്യൂസ്ഡേ വെനസ്ഡേ യെസ്. ഓക്കെ. സോ ചോദ്യം വരും. ഫസ്റ്റ് പറഞ്ഞത് സൈഗോഡിന്റെ ഏറ്റവും ഫസ്റ്റ് ഏതാ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോഡ് ഫസ്റ്റ് ഏത് വിളിക്കാം? ചോദ്യം വരും. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോഡ് ഫസ്റ്റ് എന്ന് വിളിക്കാം. മോറില്ല. ചോദ്യം പറഞ്ഞു മോറിലല്ലേ? മോറുല. കേൾക്കാത്ത വാക്കാണ്, പഠിക്കാത്ത വാക്കാണ്. ഇനി ഫെർട്ടിലൈസ് ഓവത്തിനെ പറഞ്ഞ പേരെന്താ? ഫെർട്ടിലൈസ് എന്താ? സൈഗോട്ട് അല്ലേ? എങ്കിൽ ഓവും സ്പേമും തമ്മിൽ കൂടിച്ചേർന്നുള്ള ഫെർട്ടിലൈസ് ചെയ്തുള്ള ഫസ്റ്റ് എന്താ? സ്പേമും ഓവും ചേർന്ന് കൂടിച്ചേർന്നുള്ള ഫസ്റ്റ് എന്താ? മോറുല. ക്ലിയർ? കിട്ടിയല്ലോ? മോറ ക്ലിയർ ആയല്ലോ? യെസ്, ക്ലിയർ ആയി. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓവത്തിനെ പറഞ്ഞ പേരെന്താ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓവത്തിനെ പറയുന്ന പേരെന്താ? സൈഗോട്ടാണോ? സൈഗോട്ടല്ലേ? അവിടെയാണ് ക്വസ്റ്റ്യൻ. മോറിലാണോ സൈഗോട്ടാണോ? അവിടെയാണ് ചോദ്യം. തെറ്റിക്കരുത് കുഞ്ഞുങ്ങളെ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓവത്തിനെ പറയുന്ന പേരെന്താ? മോറിലാണോ സൈഗോട്ടാണോ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് വരുന്ന ഓവത്തിനെ പറയുന്ന പേര് സൈഗോട്ടാണോ ഓവമാണോ? സൈഗോട്ട്. ഈ തെറ്റിൽ ഇത് പഠിച്ചില്ലെങ്കിൽ ഒന്നുകിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യല്ലേ, അല്ലെങ്കിൽ തെറ്റിക്കല്ലേ, കൺഫ്യൂഷൻ ആകില്ലേ? ഇനി മാറില്ലല്ലോ. ഫെർട്ടിലൈസ് ചെയ്ത് വരുന്ന ഓവത്തിനെ പറയുന്ന പേര് സൈഗോട്ടാണോ ഓവമാണോ? എന്താ? സൈഗോട്ട്.
ക്ലിയർ ആയി? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി? എന്റെ ഓരോ ക്ലാസ് സ്റ്റെപ്പാണ്, ഓരോ സ്റ്റെപ്പാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ല പറഞ്ഞേ? 50 പേര് ക്ലിയർ, 50 പേര് ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇത് കഴിഞ്ഞല്ലേ? ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഡിവിഷൻ എപ്പോഴാ? ഇതൊരു സ്റ്റെപ്പാണ്. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഡിവിഷൻ എപ്പോഴാ? എപ്പോഴും ഫസ്റ്റ് ഡിവിഷൻ എപ്പോഴാ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ലേ? ആദ്യം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു അല്ല? ശരിയല്ലേ? ഇത്രയും സമയം പറഞ്ഞ ഫെർട്ടിലൈസേഷൻ അല്ലേ? ഇത്രയും സമയം പറഞ്ഞ ഫെർട്ടിലൈസേഷൻ ആണ്. ആ ഒരു പറഞ്ഞ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ കഴിയുമ്പോൾ, ഇത്രയും സമയം പറഞ്ഞ കാര്യം ഫെർട്ടിലൈസേഷൻ ആണ്. അത് കഴിഞ്ഞ് 30 മണിക്കൂർ കഴിയുമ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് എന്തിന്റെയാ? സൈഗോട്ടിക്കാണോ? സൈഗോട്ടാണോ? സൈഗോട്ടാണോ? ഫസ്റ്റ് 30 മണിക്കൂർ കഴിയുമ്പോൾ സൈഗോട്ടാണോ ഡിവിഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് 30 മണിക്കൂർ കഴിയുമ്പോൾ സൈഗോട്ടാണല്ലേ? മറക്കരുത്. ഫസ്റ്റ് 30 മണിക്കൂർ കഴിയുമ്പോൾ സൈഗോട്ടാണ് മൈറ്റോട്ടിക് ഡിവിഷനിൽ പോകുന്നല്ലേ? ശരി. ഫസ്റ്റ് 30 മണിക്കൂർ കഴിയുമ്പോൾ സൈഗോട്ട് മൈറ്റോ ഡിവിഷനിലോട്ട് പോകും. ശേഷം ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് മൂടല്ലേ? ഒരു കൂട്ടം സെൽസ് ആവുമല്ലേ? ഒരു കൂട്ടം സെൽസ് ആയി രൂപം കൊള്ളും. അതിനെ പറയുന്ന പേരെന്താ? മോറുല അല്ലേ? ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് ഒരു കൂട്ടം സെൽസ് ആയി മാറും. അതിനെയാണ് നമ്മളെപ്പോഴും മോറുല മോറുല എന്ന് വിളിക്കുന്നത് അല്ലേ? അല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ കഴിഞ്ഞ് അല്ലേ? ഇത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 30 മണിക്കൂർ കഴിഞ്ഞ് ഫസ്റ്റ് മൈറ്റോട്ട് ഡിവിഷൻ കഴിയുമ്പോൾ എന്താണ്? ഒരു ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ടാകും. അതിനെപ്പോഴും മോറുല മോറുല എന്ന് പറയാറുണ്ട്. ക്ലിയർ? മോറുല ക്ലിയർ? മോറുല ക്ലിയർ? 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 അപ്പൊ എന്താണ്? ഫെർട്ടിലൈസേഷൻ കഴിയുന്നു. ആദ്യം ഓവും ഈ പറഞ്ഞ അതും തമ്മിൽ സ്പേവും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിയുന്നു. മൈറ്റോ ഡിവിഷൻ നടക്കുന്നു. 30 മണിക്കൂർ കഴിയുന്നു. എന്താണ്? ഒരു കൂട്ടം സെൽസ് ഉണ്ടാകുന്നു. പറയുന്ന പേര് മോറലല്ലേ? 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 ഒരു ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദ്യം ഉണ്ടായിരുന്നു. മോറൽ എവിടെ ഇരിക്കുന്നത്? മോറൽ എവിടെ ഇരിക്കുന്നത്? ഫലോപ്പിയൻ ട്യൂബിലാണോ? ഫസ്റ്റ് 3 days ആദ്യത്തെ നോട്ടിനകത്തുണ്ട്. ഫസ്റ്റ് 3 ദിവസം ഇട്ടിരിക്കും. ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിയൻ ട്യൂബിലെ മോറിൽ എപ്പോഴും ഫസ്റ്റ് അല്ലെ? ഓവും സൈഗോട്ട് ജോയിൻ ചെയ്യല്ലേ? ഓവും സൈഗോട്ടും ജോയിൻ ചെയ്ത് ആദ്യം 3 ദിവസം ആകുമ്പോൾ ഇരിക്കും ഫലോപ്പിയൻ ട്യൂബുകളുടെ അല്ലേടെ? ഓവും സൈഗോട്ട് തമ്മിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് 3 ദിവസം മോറിലേടെ ഇരിക്കും. എവിടെ ഇരിക്കും? ഓവും സൈഗോട്ട് തമ്മിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിയൻ ട്യൂബ് ഇരിക്കുന്നത്. ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിയൻ ട്യൂബ് ഇരിക്കല്ലേ? ഇരിക്കും. ശരിയല്ലേ? ഇതല്ലേ കണക്ക്? ഇത് സോൾവല്ലേ? അതുകൊണ്ട് കുഞ്ഞുണ്ടാ സോൾവല്ലേ? അല്ലേടെ? അല്ലേടെ? അറിയാമല്ലോ. മോറൽ എപ്പോഴും ഫലോപ്പിയൻ ട്യൂബ് 3 ദിവസമായിരിക്കും. ആഫ്റ്റർ ദ 3 days കഴിഞ്ഞ ശേഷം പതിയെ ഈ പറഞ്ഞ മോറലല്ലേ യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് പോകും. 3 ദിവസം ശേഷമല്ലേ? ഫസ്റ്റ് 3 days ശേഷം മാത്രമേ എപ്പോഴും ഈ പറഞ്ഞ മോറുല ഫലോപ്പിയൻ ട്യൂബിനകത്തോട്ട് പോകുന്നത്. ക്ലിയർ? ക്ലിയർ? യെസ്, ക്ലിയർ. ആ സമയത്ത് പോകുമ്പോഴേ യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് പോകുമ്പോൾ എത്ര സെൽ ഉണ്ടാവും? 32 സെല്ലാണ് കേട്ടോ. യൂട്രൈൻ ക്യാവിറ്റി പോകുമ്പോഴേ 32ഓളം സെല്ലാണ് കേട്ടോ. യൂട്രൈൻ ക്യാവിറ്റിയിലോട്ട് പോകുമ്പോൾ 32ഓളം ഉള്ള സെല്ല. ഫെർട്ടിലൈസേഷൻ കഴിയുന്നു. 30 മണിക്കൂർ കഴിയുന്നു. മൈറ്റോ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നു. ഒരു കൂട്ടം ക്ലസ്റ്റർ സെല്ലായി മാറുന്നു. അഥവാ ദ മോറലല്ലേ? ഒരു കൂട്ടം ക്ലസ്റ്റർ സെൽ എന്ന് പറയുമ്പോൾ അഥവാ ദ മോറലല്ലേ? മോറലായി മാറുന്നു. ആ 2 സെല്ല് 4 ആവുന്നു. 4 6 ആവുന്നു. 6 8 ആവുന്നു. 8 16 ആവുന്നു. 16 36 ആവുന്നു. 32 ആവും കേട്ടോ. ശേഷം തേർഡ് ഡേയിൽ 32ഓളം സെല്ലായി മാറും. യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് തേർഡ് ഡേയിൽ
മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്തേക്ക് എത്തും. ചോദ്യമാണ്, മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്തേക്ക് എത്തുന്നത് എത്രാമത്തെ ദിവസമാണ്? മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്തേക്ക് എത്തുന്നത് എത്രാമത്തെ ദിവസമാണ്? തേർഡ് അല്ലേ? തേർഡ് അല്ലേ? അല്ലേ? തേർഡ്. ക്ലിയർ? 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 ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി? ക്ലിയർ എല്ലാവരെയും? ഇനി തേർഡ് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് തൊട്ട് മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് എന്ത് വിളിക്കും? തേർഡ് ഡേ തൊട്ട് യൂട്രൈൻ ക്യാവിറ്റിക്കകത്ത് മോറുലയെ വിളിക്കുന്ന പേരെന്താ? ആഫ്റ്റർ തേർഡ് എന്ന് വിളിക്കാം. മൂന്നാം ദിവസം കഴിഞ്ഞത് വിളിക്കാം. തേർഡ് കഴിഞ്ഞു. ബ്ലാസ്റ്റോസിസ്റ്റ് ആണോ? ബ്ലാസ്റ്റോസിസ്റ്റ് ആണോ? സൈറ്റ് ആണോ? എന്താണ്? ബ്ലാസ്റ്റോസൈറ്റ് ആണോ? ബ്ലാസ്റ്റോസൈറ്റ് ആണോ? സിസ്റ്റ് ആണോ? സൈറ്റ് ആണോ? സൈറ്റ് അല്ലേ? സൈറ്റ് അല്ലേ? ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ? ബ്ലാസ്റ്റോസൈറ്റ് എസ് ഓർണോ? ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ? അല്ലേ? സൈറ്റില്ലേ? ആഫ്റ്റർ തേർഡ് ഡേ കഴിഞ്ഞ് വിളിക്കാം. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് എന്ത് വിളിക്കാം? യൂട്രൈൻ ക്യാവിറ്റി വരുന്ന മോറിലെ മൂന്നാമത്തെ ദിവസം വരുന്നത് വിളിക്കാം ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ? യെസ്. തുടങ്ങാം, നോക്കാം. എന്താണ് ബ്ലാസ്റ്റോസൈറ്റ്? സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എന്താ കണക്ഷൻ കാണുന്നുണ്ടോ? ഒരു കണക്ഷൻ കാണുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചത് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഞാൻ പഠിപ്പിച്ചത് ഒരു കണക്ഷൻ കാണുന്നുണ്ടോ? ഒരു കണക്ഷൻ കാണുന്നതാണെങ്കിൽ എനിമോ ഒരു കണക്ഷൻ ഉണ്ടോ? ഞാൻ പഠിപ്പിക്കുമ്പോൾ ഒരു കണക്ഷൻ ഉണ്ടോ? കാരണം ഫലോപ്പിന്റെ വൃത്തി മോറുല ഫലോപ്പിന്റെ വൃത്തി അല്ലേ? ഫസ്റ്റ് 3 ദിവസം അല്ലേ? മോറുല ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിന്റെ വൃത്തി അല്ലേ? മോറുല ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിന്റെ വൃത്തി. ശേഷം എന്ത് വിളിക്കാം? നാലാമത്തെയും 5-ാമത്തെ ദിവസം 3 കഴിഞ്ഞു. നാലാമത്തെയും 5-ാമത്തെ ദിവസം എന്ത് വിളിക്കാം? എന്ത് വിളിക്കും? ചോദ്യം വരും. നോക്കാം. ബ്ലാസ്റ്റോ സിസ്റ്റല്ലേ? അല്ലേ? അല്ലേ? എന്തായിരിക്കും? നാലാമത്തെയും 5-ാമത്തെ ദിവസം മോറുല യൂട്രൈൻ ക്യാവിറ്റി ഉണ്ടോ? നാലാമത്തെയും 5-ാമത്തെ ദിവസം മോറുല യൂട്രൈൻ ക്യാവിറ്റി ഉണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? നാലാമത്തെയും 5-ാമത്തെ ദിവസം മോറുല യൂട്രൈൻ ക്യാവിറ്റി ഉണ്ടോ? 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 പറഞ്ഞേ, ഉണ്ടോ? 4th and 5th ഡേ ഈ പറഞ്ഞ മോറുല യൂട്രൈൻ ക്യാവിറ്റിക്കകത്തുണ്ട്. വിത്തൗട്ട് എനി ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ, ഒരു ഡിവിഷനും ഇല്ലാതെ, ഒന്നും നടക്കാതെ തന്നെ അവിടെ ഇരിക്കില്ലേ? അല്ലേ? അല്ലേ? ഇരിക്കില്ലേ? ഇരിക്കില്ലേ? ഇരിക്കില്ലടേ? ഇരിക്കും. ഇരിക്കില്ലേ? അവിടെ ചോദ്യമുണ്ട്. ഒരു ആക്ടിവിറ്റിയിലിരിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ദ മോറലയുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാ? കേരള PC എക്സാം ചോദ്യമാണ്. മോറലയുടെ ഔട്ടർ മോസ്റ്റ് ലെയറിന്റെ പേര് എപ്പോഴും എക്സാമിൽ ചോദിക്കും. സോണ ഇത് പഠിച്ചതാണോ? സോണ പഠിച്ചതാണോ? സോണ പെൽസുഡ കണ്ടോടെങ്കിലും ചോദ്യം. മോറലയുടെ ഔട്ടർ മോസ്റ്റ് ക്യാവിറ്റി എക്സാം ചോദ്യം ഉണ്ടായിരുന്നു. സോണ പെൽസുഡാണോ? യെസ്. അല്ലേ? 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 അതുകൊണ്ടായിരിക്കില്ലേ മോറലയുടെ ഔട്ടർ ക്യാവിറ്റി എപ്പോഴും ഒരു ഫ്ലൂയിഡ് സെക്യൂരിറ്റി അല്ലേ? 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 ഔട്ടർ ലെയർ പെടുന്ന ഔട്ടർ ലെയർ പെടുന്ന മോറലയുടെ ഔട്ടർ ലെയറിനെ പറഞ്ഞ പേരെന്താ? മോറലയുടെ ഔട്ടർ ലെയറിന് പറഞ്ഞ പേരെന്താ? സോണ പെലിസിഡ. സോണ പെലിസിഡ. ഓക്കെ? ക്ലിയർ? ക്ലിയർ? എന്തിനു വേണ്ടിയാ സെക്കൻഡ് ഫ്ലൂയിഡ്? ഒരു ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയാ സെക്രീറ്റ് ചെയ്യുന്നത്? ഫ്ലൂയിഡ് എന്തിനു വേണ്ടിയാ? വെറുതെ ആണോ? വെറുതെ ആണോ? ഇതിനു വേണ്ടിയാ?
ഒരു 4-5 ദിവസം ആകുമ്പോഴേ 4-5 ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ നടന്നില്ലെങ്കിൽ 4-5 ദിവസം ആകുമ്പോൾ ഡിവിഷൻ നടന്നില്ലെങ്കിൽ മോറലുടെ ക്യാവിറ്റിയിൽ നിന്നും ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ഫ്ലൂയിഡ് മാത്രമേ ഒരു ഡിവിഷൻ നടന്നില്ല. ഡിവിഷൻ ഒന്നും നടന്നില്ലെങ്കിൽ 4-5 ദിവസം ആകുമ്പോൾ ഈ പറഞ്ഞ മോറലിൽ നിന്ന് എന്താണ് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്ത് ഒരു ക്യാവിറ്റി എമറലുണ്ട്, ഒരു ക്യാവിറ്റി എമറോ. ആ ക്യാവിറ്റി നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ചോദ്യം കാണാറുണ്ട്. ദ ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി ഇൻ മോറലൈസ് കാർഡസ് എന്താ ഫ്ലൂയിഡ് ഫിൽ ക്യാവിറ്റി ഇൻ മോറലൈസ് കാർഡസ് എന്താ? ബ്ലാസ്റ്റോ സീൽ ആണോ? സീൽ. ബ്ലാസ്റ്റോ സീൽ പറഞ്ഞേ. ബ്ലാസ്റ്റ് കാണും പറഞ്ഞേ. ഒരു 4 ദിവസം 4-5 ദിവസമാകും എന്ത് ചെയ്യും? മോറിലേക്ക് ചുറ്റും എന്ത് ചെയ്യും? ഒരു ഔട്ടർ മോസ്റ്റ് ഫ്ലൂയിഡ് സെക്രട്ടറിയിലെ 4-5 ദിവസമാകുമ്പോൾ മോറിലേക്ക് ചുറ്റും ഒരു എന്താണ് ഫ്ലൂയിഡ് ഫിൽ ആയിട്ടുള്ള സെക്രേഷൻ ഫോം ചെയ്യും. ഒരു ക്യാവിറ്റി രൂപം കൊണ്ട് ചെയ്യും. ആ ക്യാവിറ്റിയെ പറഞ്ഞ പേരെന്താ? 4-5 ദിവസം ആകുമ്പോൾ മോറിലേക്ക് ചുറ്റുമായിട്ട് ഒരു ഔട്ടർ മെമ്പറിനായിട്ട് ഒരു ക്യാവിറ്റി രൂപം കൊള്ളും. ആ ക്യാവിറ്റിയെ പറയുന്ന പേരെന്താ? ബ്ലാസ്റ്റോസി എന്ന് പറഞ്ഞൂടെ? ബ്ലാസ്റ്റോസി പറഞ്ഞൂടെ പറയാം. ആ ബ്ലാസ്റ്റോസിൽ എപ്പോഴും എന്താ ബ്ലാസ്റ്റോസൈറ്റ് ആവുന്നത്? ആ ബ്ലാസ്റ്റോസിൽ എപ്പോഴും ബ്ലാസ്റ്റോസൈറ്റ് ആവുന്നത് എപ്പോഴാ? സൈസ് കൂടുമ്പോഴാണോ? സൈസ് കൂടുമ്പോ ഹർഷീനെ പറഞ്ഞ പോലെ സൈസ് കൂടുമ്പോഴാണോ? ഹർഷീനെ പറഞ്ഞ പോലെ സൈസ് കൂടുമ്പോഴാണോ? ആ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി സൈസ് കൂടുമ്പോഴാണോ? സെൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ സൈസ് പതിയെ കൂടിക്കൂടി സെൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ മാറും? ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ? ബ്ലാസ്റ്റോസൈറ്റ് അല്ലേ? സൈസ് കൂടിക്കൂടി സെല്ലിന്റെ നമ്പർ കൂടിക്കൂടിയാകുമ്പോ എന്ത് വിളിക്കാം? ആ ഫ്ലൂയിഡ് കൂടിക്കൂടി സൈസ് കൂടി സെല്ലിന്റെ നമ്പർ കൂടുമെന്ന് വിളിക്കാം ബ്ലാസ്റ്റോസൈറ്റ്സ്. വിളിച്ചൂടെ? സോ ആദ്യം ഇത് തുടങ്ങിയപ്പോ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, മൈറ്റോ ഡിവിഷൻ കഴിഞ്ഞു, കുറെ സെല്ല് ചേർന്ന് മോറൽ ഉണ്ടായി. ശരിയല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോ നടത്തിയെടുത്തുന്ന ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, മൈറ്റോട്ട് ഡിവിഷൻ കഴിഞ്ഞു, കുറെ സെല്ലുകൾ ചേർന്നു, അതിന് മോറൽ വിളിച്ചൂടെ? ശരിയല്ലേ? സ്റ്റാർട്ടിങ് അതല്ലേ? സ്റ്റാർട്ടിങ് അതല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, മൈറ്റോ ഡിവിഷൻ കഴിഞ്ഞു, കുറെ സെല്ലുകൾ തമ്മിൽ ചേർന്നു, മോറൽ ഉണ്ടായി. ഫസ്റ്റ് 3 days ആകുമ്പോൾ ഫലോപ്പിൻ ട്യൂബ് അല്ലേ? ഫസ്റ്റ് 3 days ഫലോപ്പിൻ ട്യൂബ് പറഞ്ഞത്. ഫസ്റ്റ് 3 ദിവസം ഫലോപ്പിൻ ട്യൂബ് യെസ് അല്ലേ? ശേഷം 4 to 5 days എങ്ങോട്ടാ? ശേഷം 4 to 5 days എങ്ങോട്ടാ? യൂട്രൈൻ ക്യാവിറ്റി. ഇതല്ലേ? യൂട്രൈൻ ക്യാവിറ്റി എത്തിയില്ലേ? ശേഷം അവിടെ എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ലെയർ സോണ പെലിസുലല്ലേ? ശേഷം ഔട്ടർ മോസ്റ്റ് ലെയർ സോണ പെലിസ് എന്നും ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നു. ശേഷം ബ്ലാസ്റ്റോസൈറ്റ് ഉണ്ടാകുന്നു അല്ലേ? 58 സെല്ലാകുന്നു അല്ലേ? ഇതൊക്കെ പഠിച്ചതല്ലേ? സോ പറഞ്ഞു കമന്റ് ചെയ്തേ നോക്കട്ടെ. ഉറങ്ങരുത്. ഇത്രയും പറഞ്ഞപ്പോൾ മോറില ബ്ലാസ്റ്റോസൈറ്റ് ആകെയുള്ള എടുക്കുന്ന പ്രോസസ് പറയുന്നത് എന്താ? മോറില ബ്ലാസ്റ്റോസൈറ്റ് ആയി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? അതാ ചോദ്യം. മോറില ബ്ലാസ്റ്റോസൈറ്റ് ആയി എടുക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ? ബ്ലാസ്റ്റുലേഷൻ ആണോ? എക്സാം പ്രീവിയസ് ചോദ്യം. മോറില ബ്ലാസ്റ്റോസിസ്റ്റ് എടുക്കുന്ന ഡെവലപ്മെന്റ് പറഞ്ഞ പേര് ബ്ലാസ്റ്റുലേഷൻ ആണോ? അത്യാവശ്യം വലുതായിട്ടുള്ള 58 സെല്ലുകളാണോ? ആണോ?
യെസ്, എല്ലാം പറഞ്ഞാണോ? മോറുല ഡെവലപ്മെന്റ് ആയി ബ്ലാസ്റ്റോസൈറ്റ് ആകുന്ന പ്രോസസ് എന്താ? ചോദ്യം വരും, മോറുല ഡെവലപ്മെന്റ് ആയി ബ്ലാസ്റ്റോസൈറ്റ് ആകുന്ന പ്രോസസ് ഏതാ? ബ്ലാസ്റ്റുലേഷൻ. ക്ലിയർ? ക്ലിയർ? സെക്കൻഡ് ചാപ്റ്റർ ക്ലിയർ ആണ്. സെക്കൻഡ് ക്ലിയർ ആണ്. ഓരോന്നും നിർത്തി അനു, ലിജി, ആതിര ക്ലിയർ ആയല്ലോ. ഇന്നാഴ്ച നോട്ട് വായിച്ചോ? നോട്ട് വായിച്ചോ? വായിച്ചോ? എന്റെ കൈക്ഷണമായി വരുന്നുണ്ടോ? 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 ഞാൻ ഇത് ഇങ്ങനെ വായിക്കോ? എങ്ങനെ വായിക്കും? എനിക്കേ പെടുന്നില്ല ചില സമയത്ത്, എനിക്കേ പറ്റുന്നില്ല. ഞാൻ എഴുതിയാണ് നോട്ട്. ഡിഫിക്കൽട്ട് ആണോ? കുറച്ചല്ലേ? മതി, വായിച്ച് പഠിച്ചാൽ മതി കേട്ടോ. മനസ്സിലാവല്ലോ. ഞാൻ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം അല്ല, അത് മലയാളം മീഡിയത്തിലുള്ള ഇംഗ്ലീഷ് നോട്ട് കേട്ടോ. അത് മലയാളം ഉള്ള ഇംഗ്ലീഷ് നോട്ട് കേട്ടോ. കാണുമല്ലോ, ഇടയ്ക്ക് മഴ ഉണ്ടല്ലോ, ഇടയ്ക്ക് മഴ ഉണ്ടല്ലോ. മലയാളത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം നോട്ടാ കേട്ടോ. ഞാനേ പഠിച്ചാൽ മതി, പഠിക്കട്ടെ. പഠിക്കട്ടെ. ഇവിടെ മഴയുണ്ട് സാർ, എപ്പോ വേണേ കറണ്ട് പോവാ. ആശ ഇവിടെ മഴ ഉണ്ട് കേട്ടോ. മനസ്സിലുണ്ടല്ലേ? എല്ലാം പോയിന്റ്, എല്ലാം പോയിന്റ് അല്ലേ? ഇത് ഒരു പാരഗ്രാഫ് ഇല്ലത്, അതായത് പാരഗ്രാഫ് ഇല്ലല്ലോ, അതിനകത്ത് പാരഗ്രാഫ് ഇല്ലല്ലോ. 256 ആയാലും 300 പേജായാലും അത് പാരഗ്രാഫ് ഇല്ലല്ലോ. എല്ലാം ഒരു വരയിട്ട് പോയിന്റ് അല്ലേ, ഒറ്റ വാക്കല്ലേ ഉള്ളൂ. എല്ലാം വരയിട്ട് ഒറ്റ പോയിന്റ് ഉള്ളൂ. ഈസി വേ അല്ലേ? അന്വേഷണം പറഞ്ഞ ഈസി വേ അല്ലേ? ഒറ്റ വരയിട്ട് പാൽപേഷൻ മെത്തേഡ് ഏതൊക്കെയാ, പെർക്കഷൻ മെത്തേഡ് ഏതൊക്കെയാ കണ്ടില്ലേ ആരെങ്കിലും? പാൽപേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാ, പെർക്കഷൻ മെത്തേഡ്സ് ഏതൊക്കെയാ, ഈസി എന്താണ്, എന്താണ് പഠിച്ചില്ലേ? അത് പഠിച്ചില്ലേ? ഇനി എപ്പോ പഠിക്കും? സോ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്തു? ഇന്ന് എവിടെ സ്റ്റോപ്പ് ചെയ്തു? ബ്ലാസ്റ്റോസൈറ്റ് ആണോ? എവിടെ സ്റ്റോപ്പ് ചെയ്തു? ആണ്, ബ്ലാസ്റ്റുലേഷൻ സ്റ്റോപ്പ് ചെയ്യില്ലേ? ബ്ലാസ്റ്റുലേഷൻ വരെ സ്റ്റോപ്പ് ചെയ്തു. അൻപത്തിയെട്ട് സെല്ലായി മാറി അല്ലേ? 58ഓളം ഉള്ള സെല്ലായി മാറി. ബ്ലാസ്റ്റുലേഷൻ എപ്പോഴും 58ഓളം ഉള്ള സെല്ലായി മാറിയില്ലേ? സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇതേ ബ്ലാസ്റ്റോസൈറ്റ് പ്രധാനമായിട്ടും 2 ലെയർ ഉണ്ട്. ഇതേ ബ്ലാസ്റ്റോസൈറ്റ് പ്രധാനമായിട്ടും 2 ലെയർ ഏതൊക്കെയാ? അവിടെയാണ് ചോദ്യം വരുന്നത്. ഇനി പഠിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട്, ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന കാര്യം ബന്ധപ്പെട്ട് വരുന്ന കാര്യം ഇതാണ്. 2 ലെയറിൽ നിന്നാണ് നമുക്ക് ഇനി അങ്ങോട്ട് കുറെ കാര്യം പഠിക്കാനുള്ളത്. ഒരു കണക്ഷൻ ഉണ്ട്, ബ്ലാസ്റ്റോസൈറ്റ് 2 ലെയർ ഉണ്ട്, പേര് ചോദിക്കും. അവിടെയാണ് നമ്മൾ കണക്ട് ചെയ്ത് അടുത്ത കാര്യം പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? ഔട്ടർ ലെയർ ഏതാ, ഇന്നർ ലെയർ ഏതാ? രണ്ടുണ്ട്. ഏതൊക്കെയാ? രണ്ടത് ആ സെല്ലൊക്കെ പഠിച്ചറിയായിരിക്കും. ഔട്ടർ ലെയറും ഇന്നർ മോസ്റ്റ് ലെയർ ഏതാ? എവിടെയെങ്കിലും ഔട്ടറായിട്ട് ട്രോപ്പോബ്ലാസ്റ്റ് പഠിച്ച എവിടെയെങ്കിലും? സെല്ല് ടിഷ്യൂ പഠിച്ചപ്പോൾ എവിടെയെങ്കിലും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ട്രോപ്പോബ്ലാസ്റ്റ് പഠിച്ചോ കുഞ്ഞുങ്ങളെ? പഠിച്ചോ? ട്രോപ്പോബ്ലാസ്റ്റ് പഠിച്ചോ? പഠിച്ചല്ലോ. ഔട്ടർ മോസ്റ്റ് ട്രോപ്പോബ്ലാസ്റ്റ് ഇവിടെ വരുന്നത് എന്താണ്? ഇവിടത്തെ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് എപ്പോഴും ഔട്ടർ മോസ്റ്റ് ആയിട്ട് ട്രോപ്പോബ്ലാസ്റ്റ് ആയിട്ട് മാറും. പതിയെ ഈ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പോബ്ലാസ്റ്റ് എന്തായാലും മാറും. ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഈ ഒരു ട്രോപ്പോബ്ലാസ്റ്റ് എന്തായാലും മാറും. ബ്ലാസ്റ്റോസൈറ്റ് ആയിട്ടുള്ള ട്രോപ്പോബ്ലാസ്റ്റ് പതിയെ എന്തായി മാറും? പ്ലാസന്റയും ഓറിയോണുമല്ലേ? അല്ലേ? ക്യാവിറ്റിയുടെ ഔട്ടർ മാസ് മെമ്പറിൽ പതിയെ ട്രോപ്പോബ്ലാസ്റ്റ്, പിന്നെ കോറിയോൺ മാറില്ലേ? അല്ലേ?
അല്ലേടെ അല്ലേടെ ശരിയല്ലേ? ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പോഴും ട്രോഫോബ്ലാസ്റ്റും പതിയെ പതിയെ കോറിയോണ് മാറില്ലേ? അല്ലേ? മാറും. ഇന്നർ ലെയർ എന്തായിരിക്കും? ഇന്നർ മോസ്റ്റ് ലെയർ എന്തായിരിക്കും? എവിടെയെങ്കിലും ഇത് എംബ്രിയോ ബ്ലാസ്റ്റ് ഉണ്ട്. എംബ്രിയോ ബ്ലാസ്റ്റ് അതിൽ ഇന്നർ ലെയർ. എംബ്രിയോ ബ്ലാസ്റ്റ് അല്ലെ ഇന്നർ ലെയർ. സോ ഔട്ടർ മോസ്റ്റ് എപ്പോഴും പ്ലാസന്റെയും കോറിയോണും മാറും അല്ലെ? ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പോഴും ഏതാ? ഔട്ടർ മോസ്റ്റ് ലെയർ എപ്പോഴും പ്ലാസന്റെയും കോറിയോണുമായി മാറും. ഇന്നർ മോസ്റ്റ് ലെയർ എപ്പോഴും എംബ്രിയോ ബ്ലാസ്റ്റ് എന്തൊക്കെ ചേർന്ന് വരും? എംബ്രിയോ ബ്ലാസ്റ്റ് എന്തൊക്കെ ചേർന്ന് വരും? ആംനിയോൺ. ശരിയാണ്, ആംനിയോൺ വരും. എംബ്രിയോ ഉണ്ടോ? ആംനിയോണും എംബ്രിയോയും അംബ്ലിക്കൽ കോഡും. ഇന്നർ സെൽ മാസ് എപ്പോഴും എംബ്രിയോ ബ്ലാസ്റ്റ് വിളിക്കാം. ഇന്നർ മോസ്റ്റ് ലെയറിനെ എപ്പോഴും എംബ്രിയോ ബ്ലാസ്റ്റ് വിളിക്കാം. എംബ്രിയോ ചേർന്ന് വരും, ആംനിയോണും ചേർന്ന് അംബ്ലിക്കൽ കോഡും ചേർന്ന് വരും. അപ്പോ ഔട്ടർ മോസ്റ്റ് ലെയർ ഏതൊക്കെയുണ്ട്? ചോദ്യം വരും. ഔട്ടർ മോസ്റ്റ് ലെയർ എന്നുണ്ട്. ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഏതൊക്കെയുണ്ട്? പ്ലാസന്റ, കോറിയോൺ. ശരിയല്ലേ? പ്ലാസന്റ, കോറിയോൺ അല്ലേ? ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? ഔട്ടർ മോസ്റ്റ് ഏതാ? കോറിയോൺ പ്ലാസന്റ അല്ലേ? ട്രോപ്പോബ്ലാസ്റ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഏതാ? കോറിയോൺ പ്ലാസന്റ. ഇന്നർ മോസ്റ്റ് ഏതാ? ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് എംബ്രിയോ ബ്ലാസ്റ്റ് ഏതൊക്കെയാ? എംബ്രിയോ, ആംനിയോൺ, അംബ്ലിക്കൽ കോഡ്. ക്ലിയർ? വീണ്ടും ചോദിക്കാം. വീണ്ടും ഒരു കഥ പറയാം. ഒരു കഥ പറയട്ടെ, ഒരു സ്റ്റോറി പറയാം. സോണ പെലുസിഡ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിക്കകത്താണ് ഇതിനുണ്ടായത്. സോണ പെലുസിഡ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിക്കകത്ത് നിന്നാണോ ഇതെല്ലാം ഉണ്ടായത്? ആണോ? യെസ്. ആണോ? പറഞ്ഞു കേട്ടി. സോണ പെലുസിഡ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിക്കകത്ത് നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ആദ്യം ഇതുണ്ടായി ബ്ലാസ്റ്റോസീലാണോ? ഏറ്റവും ആദ്യം ബ്ലാസ്റ്റോസീലാണോ? ഫസ്റ്റ് ക്ലോസ് എപ്പോഴും ബ്ലാസ്റ്റോസീലാണോ? ആണ്. ആ ബ്ലാസ്റ്റോസീൽ പതിയെ പതിയെ ബ്ലാസ്റ്റോസൈറ്റ് എന്നറിയും. ആ പതിയെ ആ ഒരു ബ്ലാസ്റ്റോസൈറ്റ് മാറി. ശേഷം ഇന്നറും ഔട്ടറും എന്നറിയില്ലേ? ഇന്നർ ഔട്ടർ എമറി. ഇന്നർ വിളിക്കാം. ഇന്നർ ഈസ് കളേഴ്സ് എന്താ? എംബ്രിയോ ബ്ലാസ്റ്റ് അല്ലേ? ഇന്നറിനെ എംബ്രിയോ ബ്ലാസ്റ്റും ഔട്ടറിനെ ട്രോപ്പോബ്ലാസ്റ്റ് വിളിച്ചൂടെ? ഇന്നറിനെ എന്താണ്? എംബ്രിയോ ബ്ലാസ്റ്റും ഔട്ടറിനെ ട്രോപ്പോബ്ലാസ്റ്റ് വിളിക്കാം. ട്രോപ്പോബ്ലാസ്റ്റ് എപ്പോഴും പ്ലാസന്റ് കോറിയോൺ രൂപം കൊള്ളും. ഇന്നർ മാസ് എപ്പോഴും എംബ്രിയോ ബ്ലാസ്റ്റ് രൂപം കൊള്ളും. പതിയെ അതാണ് എപ്പോഴും എംബ്രിയോയും ആംനിയോണും അംബ്ലിക്കൽ കോഡുമായി മാറുന്നത്. ക്ലിയർ? എങ്ങനെയാണ് അംബ്ലിക്കൽ കോഡ് വരുന്നത്? എങ്ങനെയാണ് എംബ്രിയോ? ക്ലിയർ ആയി? ഏതാ? മനസ്സിലായി. ചോദിക്കട്ടെ, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പ്ലാസിന് എന്താ? ആംനിയോൺ, കോറിയോൺ. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് പ്ലാസിന്റെ ഏതാ? ആംനിയോൺ ഓർ കോറിയോൺ? കോറിയോൺ. പഠിച്ചല്ലോ, പഠിക്കേണ്ട കാര്യമാണ്. ബ്ലാസ്റ്റോസൈറ്റ് ഒരു ചോദ്യമാണ്. കാരണം ചോദിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന എപ്പോഴും വെച്ചാണോ? ഇത് ചോദ്യമാണ്. ബ്ലാസ്റ്റോസൈറ്റില്ലേ ഒരു ചോദ്യമാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന വെച്ചാ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേജ് വെച്ചല്ലേ എപ്പോഴും ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്ന എവിടെ വെച്ചാ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേജ് വെച്ചല്ലേ അതിലെ പതിയെ എംബ്രിയോ വന്നത്.
ഇംപ്ലാന്റേഷൻ ബ്ലാസ്റ്റോസൈൽ വെച്ച് നടന്നാലല്ലേ എംബ്രിയോ ആവുന്നത്. ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? ഇംപ്ലാന്റേഷൻ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസൈൽ സെയിൽ വെച്ച് നടന്നാലല്ലേ പതിയെ പതിയെ എംബ്രിയോ ആവുന്നുള്ളൂ. ശരിയല്ലേ കുഞ്ഞെ? ആണ്. എങ്കിൽ അവിടെ വെച്ച് കുറച്ച് ഹോർമോൺസ് കിട്ടുന്നുണ്ടോ? ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേയിൽ വെച്ച് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. യെസ്, ഉണ്ടല്ലേ? ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേയിൽ വെച്ച് ഹോർമോൺസ് റിലീസ് ചെയ്യാറുണ്ട്. ചോദ്യം വരും, ബ്ലാസ്റ്റോസൈറ്റ് സെക്രട്ടറി ഹോർമോൺസ് എവിടെ, എന്തൊക്കെയാ? എൻഡോക്രൈനിൽ പഠിച്ചു. എൻഡോക്രൈൻ കിട്ടിയാണ് റെക്കോർഡിങ് ചിലർക്ക്. എൻഡോക്രൈൻ ഫുൾ ക്ലാസ് റെക്കോർഡ് കിട്ടിയായിരുന്നു. റെക്കോർഡ് കിട്ടിയായിരുന്നു. യെസ്, കിട്ടി. ആർക്കും കിട്ടാനുണ്ടെങ്കിൽ കിട്ടിയില്ല. കിട്ടാനുണ്ടോ ആർക്കിത്? എൻഡോക്രൈൻ റെക്കോർഡിങ്സ് കിട്ടാതിരിക്കുന്നുണ്ടോ? എൻഡോക്രൈൻ ഫുൾ ഇല്ലല്ലോ. നോ അല്ലേ? എസ് ആണെങ്കിലും ഇല്ല. കിട്ടാനുണ്ടോ? കിട്ടിയല്ലോ. പറഞ്ഞേ എസ് ഓർ നോ? എൻഡോക്രൈൻ റെക്കോർഡിംഗ് കിട്ടാനുണ്ടോ? യെസ് നോക്കിനോ? ഇല്ല. കിട്ടി. മെസ്സേജ് കേട്ടോ, മെസ്സേജ് അയക്കണോ? പോസ്റ്റ് ചെയ്യണം. എൻഡോക്രൈൻ ഫുൾ റെക്കോർഡിങ്സ് പോസ്റ്റ് ചെയ്യാം. അതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, പോസ്റ്റ് ചെയ്യാം. ഇന്ന് കഷ്ടപ്പെടുത്തി എഴുതിയ 2009 ക്വസ്റ്റ്യൻ വായിച്ചോ? 2009 ക്വസ്റ്റ്യൻ പേപ്പർ 84 പേജും വായിച്ചോ? 2009 ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ കാര്യവും മാർക്ക് ചെയ്ത് കോളം വരച്ച് വായിച്ചു. ആരെങ്കിലും വായിച്ചോ? 89 പേജ് എഴുതണമെങ്കിൽ എത്ര സമയമാണ്? വായിച്ചോ? കോളം വരച്ച് മാർക്ക് ചെയ്ത് ഉത്തരം എഴുതി പഠിച്ചോ? നോക്ക്. 89 വർഷമാണ് 2009. 2009 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന കാര്യം 10 22 വർഷം ഫുള്ളായി. 22 വർഷം ഫുള്ളായിരിക്കും. ഓക്കെ, 22 വർഷം ഫുള്ളായിരിക്കും. പഠിക്കും. അത് പ്രത്യേകം എന്താ? അത് കണ്ടപ്പോൾ എന്താണ് ഇത് പ്രത്യേകം എന്താ? ഒരു ചോദ്യം 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ചോദ്യം 4 ഓപ്ഷനും ഫുൾ ആൻസർ ഉണ്ടായിരുന്നു. ഒരു ചോദ്യം 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? പഠിക്കണേ. പഠിക്കൂടെ? റാങ്ക് വായിച്ചു തരും. പാസ്സായിട്ട് ചോദിക്കും. ചോദ്യം കേട്ടോ സാർ, വാങ്ങിച്ചു കേട്ടോ. ചോദിക്കും. പാസ്സായിട്ടെ ഒരു സംഭവം ചോദിക്കട്ടെ. വാങ്ങിച്ചു തരുമോ? യെസ്, വാങ്ങിച്ചു തരും. വാങ്ങിച്ചു തരണം കേട്ടോ. തരുമോ? അത് വേറൊന്നുമല്ലേ, ഇപ്പൊ സ്കൂൾ കുട്ടികളില്ലേ, കൊച്ചു പാവപ്പെട്ട കുട്ടികളില്ലേ, കുട്ടികളില്ലേ, ബുക്ക് അടുത്ത വർഷം നോക്കാം. ചോദ്യമാണ്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സൈറ്റ് എവിടെ? സ്റ്റേജ് ഓഫ് ഇംപ്ലാന്റേഷൻ എവിടെ? ആ ചോദ്യം. സ്റ്റേജ് ഓഫ് ഇംപ്ലാന്റേഷൻ എവിടെ വെച്ചാ? സ്റ്റേജ് ആലോചിക്കും. ബ്ലാസ്റ്റോസൈഡിൽ മറക്കരുത്. സ്റ്റേജ് ഓഫ് ഇംപ്ലാന്റേഷൻ വെച്ചാ ബ്ലാസ്റ്റോസൈഡിലെ ചോദ്യം വരും. സ്റ്റേജ് ഓഫ് ഇംപ്ലാന്റേഷൻ വെച്ചാ ബ്ലാസ്റ്റോസൈറ്റിലെ അതുവരെ ക്ലിയർ ആയിരുന്നു. ക്ലിയർ ആയിരുന്നു. ഇനി പറഞ്ഞ ബ്ലാസ്റ്റോസൈറ്റ് കുറെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് എൻഡോക്രൈനിൽ പഠിക്കുമ്പോൾ തന്നെ ബ്ലാസ്റ്റോസൈറ്റ് ഇപ്പോൾ കുറെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തുകൊണ്ട്. ഏതൊക്കെയാ അറിയാം? HCG ഉണ്ടോ? പ്രഗ്നന്റ് ആകുമെന്ന് നോക്കാൻ വേണ്ടി നോക്കാറുണ്ടോ? HCG നോക്കാറില്ലേ? അല്ലേ? ഇതിനു വേണ്ടിയാ
ഇത് കോർപ്പസ് ലൂട്ടിയം ഇത് വയബിൾ ആണോ നോക്കുന്നത് അല്ലേ? ഇത് കോർപ്പസ് ലൂട്ടിയം വയബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയല്ലേ നമ്മൾ എപ്പോഴും നോക്കുക. ശരി, ആണോ 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 ഹോർമോൺ സെക്രറ്റിന് വേണ്ടിയാ. ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും HCG. കാരണം എന്താ? ഹോർമോൺസ് വയബിൾ ആക്കാൻ വേണ്ടി എപ്പോഴും ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും HCG എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ കാരണം എന്തിനെ വയബിൾ ആക്കാൻ വേണ്ടിയാണ്? കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കാൻ. മറക്കരുത്, ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും HCG സെക്രീറ്റ് ചെയ്യാൻ കാരണം കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ശേഷം ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യും. ബ്ലാസ്റ്റോസിറ്റിയിൽ എപ്പോഴും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൂടെ സെക്രീറ്റ് ചെയ്യും. സോ ചോദ്യം വരും, കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കാൻ സെക്രീറ്റ് ഹോർമോൺ ഏതാ? കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കാൻ സെക്രീറ്റ് ഹോർമോൺ ഏതാ? HCG. ആരാ? ബ്ലാസ്റ്റോസിറ്റ്. ബാക്കി രണ്ട് ഹോർമോൺ ഏതൊക്കെയാ? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, HCG എന്നിങ്ങനെ 3 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാറുണ്ട്. അത് കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കുന്ന ആരാ? HCG. ക്ലിയർ? ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും 3 സെക്രീറ്റ് ചെയ്യും. 3 ഹോർമോൺ. 3 അതൊക്കെ ചോദ്യം വരും. 3 ഹോർമോൺ എപ്പോഴും ബ്ലാസ്റ്റോസിറ്റ് സെക്രീറ്റ് ചെയ്യും. 3 ഏതൊക്കെയാ? HCG, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. അതിൽ ചോദ്യം വരും. അതിൽ തന്നെ കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കുന്നവരാ? ആ 3 പേരിൽ തന്നെ കോർപ്പസ് ലൂട്ടിയത്തിനെ വയബിൾ ആക്കുന്നവരാ? ആരാ? HCG. ശേഷം പതിയെ ഇതേ ബ്ലാസ്റ്റോസിറ്റ് എപ്പോഴും ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും. ചോദ്യം വരും, ബ്ലാസ്റ്റോസിറ്റ് സെക്രീറ്റ് ചെയ്യുന്ന 3 ഹോർമോൺ ഏതൊക്കെയാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലാസ്റ്റോസിറ്റ് സെക്രീറ്റ് ചെയ്യുന്ന 3 ഹോർമോൺ ഏതൊക്കെയാ? HCG. ഫസ്റ്റ് എന്താ? HCG. എന്തിനു വേണ്ടിയാ? കോർപ്പസ് ലൂട്ടിയം വയബിൾ ആക്കാൻ വേണ്ടി. ശേഷം അതൊക്കെയാ? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. എന്തിനു വേണ്ടിയാ? ഇത് എൻഡോമെട്രിയം ഹെൽത്തി ആക്കാൻ വേണ്ടിയില്ലേ? ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എന്തിനു വേണ്ടിയാ? എൻഡോമെട്രിയം ഹെൽത്തി ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയില്ലേ? അല്ലേ? ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്തിനു വേണ്ടിയാ? എൻഡോമെട്രിയം ഹെൽത്തി ആക്കാൻ വേണ്ടിയല്ലേ? അല്ലേടേ? Yes, clear. Clear ആയോടെ? So 5 minute breaks. ഒരു 5 minutes break. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്. സമയത്രേ 10 മണിയാകും. 10 രണ്ടായല്ലേ? ഒരു 10 ബ്രേക്ക് കേട്ടോ. 10 ബ്രേക്ക് കേട്ടോ. 10 ബ്രേക്ക് കേട്ടോ. 10 ബ്രേക്ക്. 10 ഈ ക്ലോസ് ചെയ്യട്ടെ. എന്തെങ്കിലും ക്ലോസ് ചെയ്യട്ടെ. ഈ റെക്കോർഡ് ക്ലോസ് ചെയ്യട്ടെ. റെക്കോർഡ് ക്ലോസ് ചെയ്യട്ടെ. ഇത് ചെയ്യട്ടെ. യെസ്. നെക്സ്റ്റ് ക്ലാസ് പുതിയ ലിങ്ക് ആയി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് പുതിയ ലിങ്കിലായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ലത് ക്ലാസ് ഉണ്ട്. So by the 10 കാണാം. Bye.